വിമാന ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ നിന്ന് നമ്മളാരും മോചിതരായിട്ടില്ല. ഉടനെയെങ്കിലും നമ്മളൊക്കെ മോചിതരാകുമെന്ന് തോന്നുന്നുമില്ല. എങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റി തമാശകൾ ഇറക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട്. എന്നാൽ ചില പ്രഡിക്ഷനുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അതായത് പ്രവചനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സിംസൺ കാർട്ടൂൺ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നുള്ള ഒരു കാർട്ടൂൺ സീരീസാണ്. ഈ കാർട്ടൂൺ സീരീസ് 1983 തുടങ്ങുന്നത്. ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ മലയാളത്തിലെ യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കും സിംസൺ കാർട്ടൂൺ. ഇതിനകം തന്നെ ഈ പ്രൊഡിക്ഷൻ്റെ കാര്യവുമൊക്കെ വന്ന് കാണും. ഞാൻ അതിനകത്ത് ഒരു തമാശ കൂടി ഉണ്ട്. ട്രോൾ കൂടി ചെയ്ത ചില വ്യക്തികളെ ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സിംസൺ കാർട്ടൂണിൽ നിരവധി സംഭവങ്ങളെക്കുറിച്ച് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സെപ്റ്റംബർ 11 ട്വിൻ ടവർ ആക്രമണം, അതുപോലെ തന്നെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്നുള്ള പ്രവചനം, സുനാമി, അതുപോലെ ഇന്ത്യ പാക് യുദ്ധം, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്ന യന്ത്രത്തെക്കുറിച്ച്, റൂഫ് ടോപ്പ്, ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു നഗരം മുഴുവൻ ഒരു ഒറ്റ റൂഫിന് താഴെയാകുന്ന പദ്ധതി, അതുപോലെ അന്യഗ്രഹ ജീവികൾ മനുഷ്യർക്കിടയിൽ തന്നെ വസിക്കുന്നുവെന്ന പ്രവചനം. ഇമാതിരിയുള്ള പ്രവചനങ്ങളൊക്കെ ഏറിയ കൂറും ഒരു 90% യാഥാർത്ഥ്യമാവുകയും യഥാർത്ഥ ലൈഫിൽ നമ്മളൊക്കെ സാക്ഷികളാവുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. ഈ ഏലിയൻ്റെ കാര്യത്തിലൊക്കെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനമൊക്കെ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ നിങ്ങൾ നടത്തുന്നതെന്ന് ആ കാർട്ടൂണിൻ്റെ ക്രിയേറ്ററോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞ രസകരമായ മറുപടി, ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, തനിക്ക് തോന്നുന്നത് എഴുതി വയ്ക്കുന്നു, അല്ലാതെ പ്രവചനമായിട്ടല്ല ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി. മറ്റൊന്ന്, ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ സൂക്ഷ്മമായി തങ്ങളുടെ ടീം പഠിക്കും. അവ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അത് നടക്കുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല, പ്രവചനമൊന്നുമില്ല. അതൊക്കെ സംഭവിക്കാനുള്ളത് തന്നെയാണ് സംഭവിക്കുന്നത്. അതൊക്കെ പഠിച്ച് ചെയ്യുന്നതാണ്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ മരണം, അതൊക്കെ പ്രഡിക്റ്റ് ചെയ്തതൊക്കെ ഈ സിംസൺ സീരീസിൽ വന്നത് അതിനുശേഷം അതേ വർഷം തന്നെ 2025 മാർപ്പാപ്പ മരിക്കുന്നതൊക്കെ അവർ പറഞ്ഞതൊക്കെ കൃത്യമായി വന്നു. മാർപ്പാപ്പയുടെ കാര്യത്തിലും അവർ പറയുന്നത് അദ്ദേഹത്തിന് സീരിയസ് ഇൽനെസ് വന്നു, അതായത് വളരെ മാരകമായ ശ്വാസകോശ രോഗം നേരത്തെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് ശ്വാസകോശ രോഗം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സീരീസ്, മാർപ്പാപ്പയുടെ വിയോഗം സംഭവിക്കുന്നത് പോലൊരു സീരീസ് തയ്യാറാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നീട് മാർപ്പാപ്പ കാലം ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഇങ്ങനൊരു വിമാന ദുരന്തം ഉണ്ടാകുമെന്നും സിംസന്റെ കാർട്ടൂണിൽ പറയുന്നുണ്ട്. ചില കാർട്ടൂണുകൾ നടക്കാത്ത കാര്യം, സിംസൺ കാർട്ടൂണിൽ പ്രവചിക്കാത്ത കാര്യങ്ങൾ പോലും സിംസൺ കാർട്ടൂണിൻ്റെ പേരിൽ അച്ചടിച്ച് വരുന്നുമുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിലെ കാട്ടുതീ ഉണ്ടല്ലോ, ഹോളിവുഡിനെ നടുക്കിയ കാട്ടുതീ. ആ കാട്ടുതീ സിംസൺ പറയുന്നുണ്ട്. അമേരിക്കയെന്നോ ഹോളിവുഡെന്നോ ഒന്നും പറയാതെ തന്നെ ഒരു കാട്ടുതീയെക്കുറിച്ച് പറയുന്നുണ്ട്. നഗരം വിഴുങ്ങുന്ന ഒരു കാട്ടുതീ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് അമേരിക്കയിൽ സംഭവിച്ചപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുമെന്ന് സിംസൺ എന്ന കാർട്ടൂൺ പരമ്പര നേരത്തെ തന്നെ അത് പ്രവചിച്ചിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണവും ഉണ്ടായിരുന്നു. ഏതായാലും അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസീനാണ് ആ മാഗസിൻ സിംസൺ കാർട്ടൂൺ. ആ കാർട്ടൂണിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. അത് ഒരു പ്രവചനത്തിൻ്റെ കഥ. സിംസൺ കാർട്ടൂൺ ഇപ്പോൾ വ്യാപകമായ ആളുകൾ തപ്പി നോക്കുകയാണ്. ഗൂഗിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ SI എന്ന് കൊടുക്കുമ്പോൾ തന്നെ സിംസൺ കാർട്ടൂൺ നിരത്തി പിടിച്ച് വരികയാണ്. കാരണം ആളുകൾക്ക് ഈ പ്രവചനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു, അതിൻ്റെ വിശദാംശങ്ങളും ശരിതെറ്റുകളും അറിയാനൊക്കെ ഉള്ള അന്വേഷണത്തിലായിരിക്കാം ഈ സെർച്ച് ചെയ്ത് നോക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഒരു മലയാളി കാണിച്ച ഒരു തെമ്മാടിത്തത്തെക്കുറിച്ചാണ്. മലയാളി പറയുന്നു അയാൾ 3 ദിവസം മുമ്പേ തന്നെ ഇത് പ്രവചിച്ചിരുന്നുവെന്നാണ്. അയാളുടെ പേര് ആലി കൊണ്ടോട്ടി എന്നാണ് അയാളുടെ പേര്, ആലി കൊണ്ടോട്ടി പറയുന്നത്, ഞാനിത് 3 ദിവസം മുമ്പേ തന്നെ ഇങ്ങനൊരു വിമാന ദുരന്തം ഉണ്ടാകും, അതിൽ നിന്ന് ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുമെന്ന് പ്രവചിച്ചിരുന്നു എന്ന് ഒരു സംഭവം. യഥാർത്ഥത്തിൽ ആ പോസ്റ്റ് ഇടുന്നത് അലി പോസ്റ്റ് ഇട്ടത് എന്തിനെക്കുറിച്ചാണ്? അലി പോസിറ്റീവ് വന്നാൽ നോർത്ത് ഇന്ത്യയിൽ പൊട്ടിയാലും 1000 കോടി കടക്കും, വയ്ക്ക് ഇതിൽ പറയുന്നത് അലിയ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു. ചിലപ്പോൾ ഏതെങ്കിലും സിനിമയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും അയാൾ ബെറ്റ് വയ്ക്കുന്നത്. അതാണ് അയാളുടെ ആ പോസ്റ്റ്. എന്നാൽ ജൂൺ 12 പുലർച്ചെ രാവിലെ മുതൽ ജൂൺ 13 പുലർച്ചെ 3:37 വരെ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരുത്തിയിട്ടുണ്ട്. ഇത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പോസ്റ്റിൽ ഇയാൾ വയ്ക്കട 1000 കോടി കടക്കുമെന്ന് പറഞ്ഞതിൻ്റെ ആ ടെക്സ്റ്റ് തിരുത്തിയിട്ട് ഈ വിമാന ദുരന്തത്തിൻ്റെ ഒരു ഫോട്ടോയും അതിനകത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി തമാശകൾ. രാജ്യം മുഴുവൻ ഒരു അപകടത്തിൽ വെന്ത് നീറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ അതിനകത്ത് അപായപ്പെട്ടുള്ളൂ. പിന്നെ എത്രയോ ആളുകൾ, സാധാരണക്കാർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഒരു ഇതുമില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്
മരിച്ചു പോകുന്നു ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചിട്ട്. ആക്സിഡൻ്റ് ആണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മുടെ നാടാകെ നടുങ്ങിയിരിക്കുകയാണ്. ആ സമയത്തും ഇങ്ങനെ എന്താണ് ഒരു വല്ലാത്ത രീതിയിൽ തമാശ പറയാനും അതിനെ എന്താണ് തൻ്റെ പ്രഡിക്ഷനാക്കി മാറ്റാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഈ ഇമാതിരി ഊളകളെ എന്താണ് പറയേണ്ടത്? ഇവനൊക്കെ നല്ല അടി ചൂരൽ കഷായം പോയി കൊടുക്കണം, അല്ലെങ്കിൽ ഇവനൊക്കെ ആയുസിൽ ഇനി സോഷ്യൽ മീഡിയയിൽ കയറാത്ത തരത്തിൽ ആക്കി കൊടുക്കണം. ഈ നേരങ്ങളിലല്ല ഇത്തരം പ്രവചനം ഇത്തരം തമാശകൾ കാണിക്കേണ്ടത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. നമുക്ക് അറിയാം, നമുക്ക് ഔചിത്യബോധം എന്നൊരു സാധനമുണ്ടല്ലോ. ഔചിത്യബോധം ഒരല്പമെങ്കിലും വേണം ഇക്കാര്യങ്ങളിലൊക്കെ. ഔചിത്യബോധമില്ലാതെ പെരുമാറുന്നവന് എന്തായിരിക്കണം കൊടുക്കേണ്ടതെന്ന് നാട്ടുകാർക്കറിയാം. അവൻ്റെ പോസ്റ്റിന് താഴെ തെറിവിളിയും ഇതൊക്കെ വരുന്നുണ്ടാകാം, എങ്കിലും അതല്ല ഞാൻ പറയുന്നത്. ഈ ആലി കൊണ്ടോട്ടി എന്ന് പറയുന്ന ആൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒരല്പം മാന്യത, ഒരു ഔചിത്യബോധം കാണിക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥനയോടെ നിർത്തട്ടെ.